അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെമ്മീൻ ചമ്മന്തി. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ ചമ്മന്തി. ഈ ചമ്മന്തി കൊണ്ട് നമുക്ക് കറി വേണ്ട, ചമ്മന്തി മാത്രം മതി. എന്ത് ഫുഡ് കഴിക്കാനും, കഞ്ഞിയൊക്കെ കഴിക്കാൻ വേറൊന്നും വേണ്ട. ഇതുണ്ടെങ്കിൽ നമ്മൾ ചോറ് ഇത്തിരി കൂടുതൽ കഴിക്കും. അപ്പോൾ ആദ്യമായിട്ട് ഈ ഉണക്ക ചെമ്മീൻ നമ്മളെടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇങ്ങനെ വറുത്ത് നല്ല മൊരിച്ച് ഇങ്ങനെ എടുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ വറ്റൽമുളക് എടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് മൊരിച്ചെടുക്കുക, വറുത്തെടുക്കുക. എന്നിട്ടതും മാറ്റി വയ്ക്കുക. പിന്നീട് തേങ്ങ ചിരവിയത്, കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി, അങ്ങനെയുള്ള ചേരുവകളൊക്കെ നമുക്കിഷ്ടമുള്ള സംഭവങ്ങളും ചേർത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കുക, വറുത്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. നന്നായിട്ട് മൊരിച്ചെടുത്താൽ കരിഞ്ഞു പോകരുത്, നന്നായി മൊരിച്ച് മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മൾ നന്നായി എല്ലാം കൂടെ മൊരിച്ച് എടുത്ത് സെറ്റ്. ഇതിലിത്തിരി പുളി, വാളംപുളി ഇടണം കേട്ടോ. പിന്നെ ഉപ്പ് ഇടണം, കല്ലുപ്പാന്നല്ലേ. അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ട് നന്നായി മൊരിച്ചത്. അത് കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ടല്ലേ തേങ്ങയും. അങ്ങനെ എല്ലാം കൂടെ ആയതിന് ശേഷം നമ്മൾ വാങ്ങി എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ മിക്സിയിൽ പൊടിച്ചെടുക്കണം. ചെമ്മീനും മുളകൊക്കെ അവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ലെവനും കൂടെ ഒന്ന് ശരിയായതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി ക്രിസ്പിയാക്കി എടുക്കുകയാണ്. നല്ല ചൂടോടെ നമ്മളിതാ പൊടിച്ചിട്ടുണ്ട്. അടിപൊളി ചമ്മന്തി ആയിട്ടുണ്ട്. ചെമ്മീൻ തേങ്ങ ചമ്മന്തി. ഇനി ഇതുകൊണ്ട് നമുക്ക് പല സംഭവങ്ങളും കഴിക്കാവുന്നതാണ്. ഫുഡുകളിൽ ഏത് തരം ഫുഡും ഇതിൻ്റെ കൂടെ കഴിച്ചാൽ, ചോറാണെങ്കിൽ നമ്മുടെ 2 പ്ലേറ്റ് ചോറൊന്നും, കപ്പ, കഞ്ഞി, എന്തിന് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഏതാണ്ട് ചമ്മന്തി അങ്ങനെ